സാറിന് ആ സ്നേഹം നേരിട്ട് അനുഭവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഒന്ന് പറയാമോ? അതിന് പറയാൻ പറ്റില്ല. ബിക്കോസ് അതൊരു സത്യം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയ്ക്കുള്ള ഒരു സ്നേഹമാണ് മലയാളികൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും അവർ ഇന്നും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് എനിക്ക് പല സ്ഥലത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ ആൾക്കാരെന്നെ കാണുമ്പോൾ അവരുടെ പ്രതികരണം ഒക്കെ കാണുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. അല്ല, സാർ ഒരിക്കലും ഇവിടുന്ന് ഈ മലയാള സിനിമയിൽ ഇപ്പൊ ഒരുപാട് സിനിമകൾ ചെയ്യുന്നില്ല എന്നുള്ളതല്ല അതിന്. കാരണം സാറ് ചെയ്തിരുന്ന സിനിമകളൊക്കെ ആൾക്കാരുടെ ഹൃദയത്തിൽ, നമ്മൾ മുമ്പ് സിനിമ ചെയ്യുന്നതിനല്ല, നമ്മൾ ചെയ്യുന്ന ഒരു സിനിമ ഹൃദയത്തിൽ ഉണ്ടെന്നുള്ളത്. അപ്പൊ അതിൽ സാറ് 100% സക്സസ് ആയ ഒരു ആളാണ്. അപ്പൊ സാറ് വീണ്ടും സാറിന് ഇപ്പൊ ഡയറക്ഷനിലേക്ക് വന്നിരിക്കണം. അപ്പോ സാറിന് ഈ അഭിനയവും ഡയറക്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് സാറിന് എന്താണ് ഫീൽ ചെയ്തത്? അല്ല, അഭിനയം എന്ന് പറയുമ്പോൾ നമുക്കൊരു വേഷം നമ്മൾ അഭിനയിക്കുന്നു, നമ്മൾ വന്നു ചെയ്തു പോയി, പിന്നെ അതിൻ്റെ ഡബിങ്ങിന് പോയി, നമ്മളൊരു ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ നിൽക്കും, ഏതാ ആക്ടിങ്ങിലൂടെ. പക്ഷെ ഇപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ കുറെ മാറിയിട്ടുണ്ട്. ബിക്കോസ് എല്ലാ ആക്ടേഴ്സും അവരെല്ലാത്തിലും ഇൻവോൾവ് ആവുന്നുണ്ട്, കഥ തൊട്ട് എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആവുന്നു. പക്ഷെ ഞാനൊക്കെ വളരെ പീക്കിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയല്ലായിരുന്നു. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു, പോകുന്നു, ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഡയറക്ടർ അവരുടെ ജോലി ചെയ്യുന്നു, എല്ലാവരും ആർട്ട് ഡയറക്ടർ അവരുടെ ജോലി ചെയ്യുന്നു, മ്യൂസിക് ഡയറക്ടർ അവരുടെ ജോലി ചെയ്യുന്നു, അങ്ങനെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും അവരവരുടെ ജോലി ചെയ്തിട്ട് പോകുന്നു. പക്ഷെ ഇന്ന് ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് ഒരു സിനിമ തുടങ്ങി ആ സിനിമ തിയേറ്ററിൽ എത്തുന്നവരേക്ക് ഈ ഡയറക്ടറുടെ ഇൻവോൾവ്മെന്റ് ആവശ്യമാണ്.